അതെ, ഇന്നെന്താ എൻ്റെ അക്കുഡൂസ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നതെന്നല്ലേ? ഇന്ന് അവൻ്റെ സ്കൂളിൽ നിന്ന് അവന് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടുള്ള ടൂറ് പോകും കേട്ടോ. അങ്ങനെ എല്ലാ മക്കളും ഹാപ്പിയാണ്. ഇതാണ്ടേ നമ്മളെ ബസ് വന്നു. എന്ത് ബസ്സാന്നല്ലേ? കെ എസ് ആർ ടി സിയിലാട്ടോ പോണത്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം കെ എസ് ആർ ടി സിയിൽ നമ്മൾ എൽ കെ ജിത്തെ 3 ഡിവിഷനും എ ബി സിത്തെ മക്കളെയും കൊണ്ടാണ് പോകുന്നത്. 63 മക്കളുണ്ട്. കുറച്ച് പേര് പനിയൊക്കെ ആയിട്ട് ലീവാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. അങ്ങനെ ഇതാണ്ട് മക്കളെ ഞങ്ങൾ പാർക്കിലെത്തി മക്കളെയൊക്കെ ഇറക്കി. പിന്നെ അമ്മമാരിൽ ഞാൻ മാത്രമാട്ടോ പോയിട്ടുള്ളൂ. ബാക്കി 4 ടീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ മക്കൾ വന്നു. മായ ടീച്ചർ ഇതാ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ടാറ്റ തരും കേട്ടോ. അപ്പം മായ ടീച്ചർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് മായ ടീച്ചർ ഇതാട്ടോ. അപ്പം മായ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എഴുത്തുകാരിയാണ്. പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്. കവിതയൊക്കെയാണ്. അതുമാത്രമല്ല നല്ലൊരു പാവാട്ടോ എല്ലാ ടീച്ചർമാരും. ഈ സ്കൂൾ ഇതാട്ടോ മായ ടീച്ചർ. അതുപോലെ അക്കുഡൂസിൻ്റെ പ്രിയപ്പെട്ട ടീച്ചറേയും കൂടി കാണിച്ചു തരാം. പിന്നെ മായ സുരേഷ് എന്നാണ് പറഞ്ഞത്. ഇതാണ്ട് അക്കുഡൂസിൻ്റെ സുഹാന ടീച്ചർ വരുന്നു. അവനെ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ഇതാണ്ട് ശോഭ ചേച്ചി വരുന്നു. അങ്ങനെ മക്കൾ പാർക്കിലെത്തിയിട്ട് ഭയങ്കര ഓട്ടവും കളിയും എല്ലാം കണ്ടിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ട് അക്കുഡൂസിന് എപ്പോഴോ ഒരു പ്രാവശ്യമാണ് കണ്ടത് കേട്ടോ. പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്കുഡൂസിൻ്റെ സ്കൂൾ പള്ളിക്കൽ സ്കൂളിൽ ഇതുപോലെ തന്നെ പാർക്ക് ഉണ്ട് കേട്ടോ. ഇത്ര വലുതല്ലെങ്കിലും അത്യാവശ്യം ഇവർക്ക് കളിക്കേണ്ട എല്ലാ ഇതും ഞാനൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഞങ്ങൾ ഐസ്ക്രീമും വത്തക്കയും ഒക്കെ മേടിച്ചു കൊടുത്തു. ഇതാ മക്കളെല്ലാം ഉണ്ട്. ആയിഷൂട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് ഉച്ച കഴിഞ്ഞു. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ മക്കളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എൻ്റെ അക്കുഡൂസിനെ കാണുന്നുണ്ട്. ഇതാണ്ട് നിൽക്കണു അക്കുഡൂസ്. ഇതെവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഭയങ്കര കളിത്തരക്ക. പിന്നെ മക്കളൊക്കെ വന്നാൽ ഐസ്ക്രീമും സാധനമൊക്കെ കൊടുത്താൽ പാർക്ക് മൊത്തം വലിച്ചെറിയുമായിരുന്നു. പക്ഷെ നമ്മളെ മക്കളെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാം വേസ്റ്റ് ബോക്സിൽ തന്നെ ഇട്ടു. അതും കൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെടുത്തേനും വരണേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളെ മക്കളെക്കുറിച്ച് മറ്റുള്ളവരും എന്തെങ്കിലും നല്ലത് പറയുന്ന കേട്ടാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയല്ലേ. അപ്പം എല്ലാവരും എന്താ പറയുക, നമുക്കൊക്കെ നോമ്പായതുകൊണ്ട് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഞങ്ങളത് കഴിഞ്ഞിട്ട് മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. മക്കൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സുഹാന ടീച്ചർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോ ഡിവിഷനിൽ വെച്ച് ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാ ഗ്രൂപ്പായിട്ട് എടുത്തു. ഇത് കണ്ടില്ലേ, ഗ്രൂപ്പായിട്ട് മൊത്തം 63 മക്കളെയും കൊണ്ട് എടുത്തു. ടീച്ചർമാരൊക്കെ ഇരുന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളും ഒന്ന് ഊഞ്ഞാലൊക്കെ ആടാൻ പോയി കേട്ടോ. ഞങ്ങൾ പോവാണ്ടൊന്നും ഇരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പം തിരിച്ച് വരാൻ നേരത്ത് ഞങ്ങളെല്ലാവരും ഒന്നും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ്ട് അക്കുഡൂസ് കൂട്ടുകാരന് വെള്ളമൊക്കെ കൊടുക്കുവാണ്. അപ്പം കൃത്യം 1:30 കഴിഞ്ഞ ശേഷം ഞങ്ങളെ ബസ് വന്നു. അപ്പം ഞങ്ങൾ തിരിച്ചിങ്ങനെ ഇതാണ്ട് പോവുകയാണ്. മക്കളൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. ഇതാട്ടോ ബസ് വന്നു. എന്നും ഫുഡിൻ്റെ വീഡിയോ ഒക്കെ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ അക്കുഡൂസിൻ്റെ വീഡിയോ ഇടാന്ന്. അപ്പോൾ ഇതിന്ന് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബായ്.